കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷോർട്ട് റൺ ലോ പറഞ്ഞു കഴിഞ്ഞു. ഇനി റിട്ടേൺസ് ടു സ്കെയില് പറഞ്ഞ് അല്ലെങ്കിൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ, ലോങ് റൺ ലോ എന്നൊക്കെ പറയണതാണ്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അതും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, റിട്ടേൺസ് ടു സ്കെയിൽ. അതായത് ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ ഫങ്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ആണ് ഈ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ലോങ് റണ്ണിൽ ദർ ഈസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിക്സഡ്. നമ്മൾ കഴിഞ്ഞ ഏതോ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് റണ്ണിലാണ് നമുക്ക് എന്തുള്ളൂ, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് ഉള്ളൂ. ലോങ് റണ്ണിൽ നമുക്ക് എല്ലാ ഫാക്ടേഴ്സും, ഇപ്പോൾ ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ബിൽഡിങ് മാറ്റാം, മെഷീനറി മാറ്റാം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ എല്ലാം വേരിയേഷൻ വരുത്താവുന്നതാണ്. അപ്പോൾ ലോങ് റണ്ണിൽ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, വേരി ചെയ്യാം. ഷോർട്ട് റണ്ണിൽ മാത്രമേ വേരി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ലോങ് റണ്ണിൽ ഫിക്സഡ് ഫാക്ടേഴ്സ്, വേരിയബിൾ ഫാക്ടേഴ്സ് എന്നുള്ള ഒരു ഇതില്ല. ഓൾ ഫാക്ടേഴ്സും എന്താണ്, വേരിയബിൾ ഇൻ ലോങ് റൺ. അപ്പോൾ റിട്ടേൺസ് ടു സ്കെയിൽ റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ റിട്ടേൺസ് കോസ്ഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഓൾ ഇൻപുട്സ്. റിട്ടേൺസ് ടു സ്കെയിൽ പറയണത് എന്താ വെച്ചാൽ ചേഞ്ചസ് ഇൻ റിട്ടേൺസ്, ബാക്കി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഓൾ ഇൻപുട്സ്. നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ വേരിയബിൾ ഇൻപുട്സിൻ്റെ കേസാണ് നമ്മൾ മറ്റേ ലോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ നമ്മൾ ഇൻപുട്സിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ട് റിട്ടേൺസിൽ എന്ത് മാറ്റം വരുന്നു എന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓൾ ഫാക്ടേഴ്സും പ്രൊപ്പോർഷനായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. അങ്ങനെ നമുക്ക് എല്ലാം, ഇപ്പോൾ മെഷീനറി ചേഞ്ച് ചെയ്തു, ബിൽഡിങ് ചേഞ്ച് ചെയ്തു, അങ്ങനെ നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷനിൽ എത്ര ചേഞ്ച് വരുന്നു അത് മനസ്സിലാക്കാം. എക്സാമ്പിൾ ഇതപ്പോൾ ലെറ്റസ് ടേക്ക് എൻ എക്സാമ്പിൾ. സപ്പോസ് ഇൻ എ ബേക്കറി 5 വർക്കേഴ്സ് ഓപ്പറേറ്റിംഗ് 10 ഓവൺ പ്രൊഡ്യൂസ് 1000 kg ഓഫ് കേക്ക്. അതായത് ഒരു ബേക്കറിയിൽ 5 വർക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ലേബറാണ്. 5 വർക്കേഴ്സ്, 10 ഓവൺസ്, അതൊരു മെഷീനറി ആക്കി എടുക്കാം. ഈ 5 വർക്കേഴ്സും 10 ഓവണും വർക്ക് ചെയ്തപ്പോൾ 1000 kg എന്ത് കേക്ക് ഉണ്ടാക്കാൻ പറ്റി. ദ കേക്ക് ബിക്കം എക്സ്ട്രീംലി പോപ്പുലർ ആൻഡ് ഡിമാൻഡ്. അങ്ങനെ പോപ്പുലർ ആയപ്പോൾ ഡിമാൻഡ് ഡബിളായിരുന്നു. അപ്പോൾ അത് നമ്പർ ഓഫ് വർക്കേഴ്സ് ആൻഡ് ഓവൺ ഡബിൾഡ്. 5 ഉള്ളത് 10 ആക്കി, 10 ഉള്ളത് 20 ആക്കി, ഒക്കെ ഇരട്ടിച്ചു. അങ്ങനെ ദ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഓൾസോ ഡബിൾസ്, മെറ്റീരിയലും കൂട്ടി. ദ പ്രൊഡക്ഷൻ ഡബിൾസ് ടു. അപ്പോൾ അങ്ങനെ എല്ലാം ഡബിളാക്കിയപ്പോൾ എന്തുണ്ടായി, പ്രൊഡക്ഷനും ഡബിളായി മാറി, 2000 kgയിലേക്കായി. ഹിയർ ദ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ഫാക്ടേഴ്സ് റിമെയിൻ ദ സെയിം. അതിൻ്റെ ഒക്കെ സെയിം ആണ്. അതായത് ഇപ്പോൾ 1:2:1 എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യും. അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. ഇത്ര റോ മെറ്റീരിയൽ, ഇത്ര ലേബർ, ഇത്ര മെഷീനറി, അതൊക്കെ പ്രൊപ്പോർഷനൊക്കെ തന്നെയൊക്കെ ഇരട്ടിക്കുമ്പോൾ എല്ലാം ഇരട്ടിക്കുക. അങ്ങനെ വർക്കേഴ്സ് ഓവൺസ് റിമൈൻസ് എ പ്രൊപ്പോർഷൻ 1:2:1. നേരത്തെ 5 വർക്കേഴ്സിന് 10 ഓവൺ എന്ന് പറഞ്ഞില്ലേ, അത് പിന്നെ 10, അതായത് 1:2, 5ൻ്റെ ഇരട്ടി 2, 10 വർക്കർ ആയപ്പോൾ 20 ഓവൺ. അങ്ങനെ നമുക്ക് ആ പ്രൊപ്പോർഷൻ എപ്പോഴും സെയിം ആയിരിക്കും. നമ്പർ ഓഫ് വർക്കേഴ്സ്, ഇൻ അതർ വേർഡ്സ് ദർ ഈസ് നോ വേരിയബിൾ പ്രൊപ്പോർഷൻ, ഇൻസ്റ്റെഡ് ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ചസ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ പ്രൊപ്പോർഷനിൽ ചേഞ്ച് വരുന്നില്ല. 1:2 തന്നെ നമ്മളത് ഡബിളാക്കുന്നു, ത്രിബിളാക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷേ പ്രൊപ്പോർഷൻ വ്യത്യാസം വരില്ല, പക്ഷേ നമുക്ക് പ്രൊഡക്ഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് 3 സ്റ്റേജസ് ആണ് കാണാൻ പറ്റുക. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ കാണും, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ കാണും, ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ കാണും. ഇതൊരു ടേബിൾ വെച്ചിട്ട് ഞാൻ തിയറിയിലേക്ക് വരാം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ സുഖം ഉണ്ടാവും. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾക്ക് കാണാനില്ലേ? 1 minute. ടേബിൾ ഇതിൽ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കണ്ട്, ലേബർ, മെഷീൻസ്, സ്കെയിൽ 1 2 3. ആദ്യത്തെ സ്കെയിൽ 1 2 3 4 5 8 വരെ എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് ലേബർ യൂസ് ചെയ്യുന്നത് 1 2 3 4 8 എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ 1:2 യൂസ് ചെയ്യുന്നതെന്ന് ഒരു ഇമാജിനേഷൻ. നമ്പർ ഓഫ് മെഷീൻസ് 1 ഇവിടെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടി 2, ഇവിടെ 2 യൂസ് ചെയ്യുമ്പോൾ 4, 3 യൂസ് ചെയ്യുമ്പോൾ 6 ഇരട്ടി, 4 യൂസ് ചെയ്യുമ്പോൾ 8, 5 യൂസ് ചെയ്യുമ്പോൾ 10. അങ്ങനെ നമ്മളൊക്കെ ഇരട്ടി, അതായത് 1:2 എന്നുള്ള റേഷ്യോയിൽ യൂസ് ചെയ്തു.
അപ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ഇതൊക്കെ നമ്മൾ ഇമാജിനറി ആ കൺസെപ്റ്റിൽ എത്താൻ വേണ്ടി ഇമാജിനറി എഴുതുന്ന ഫിഗേഴ്സാണ്. ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡയഗ്രാം വരിക. അപ്പോൾ ഇങ്ങനെ കൺസെപ്റ്റ് എത്തിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ലെവലിൽ എന്താണ് ടോട്ടൽ റിട്ടേൺ, ഇങ്ങനെ ഒരു ലേബറും 2 മെഷീനും യൂസ് ചെയ്തപ്പോൾ നമുക്ക് 4 റിട്ടേൺ വന്നു. പിന്നത്തെ 2 ലേബറും 4 മെഷീനും 10, പിന്നെ 18. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നിനും ഫിഗേഴ്സ് എഴുതി നോക്കുമ്പോൾ മാർജിനൽ റിട്ടേൺസ് എന്താണ് 4, 6. ഇത് മാർജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്. 4 ആദ്യത്തെ അതേപോലെ എഴുതും. പിന്നെ 4ഉം 10ഉം തമ്മിൽ 6, 10ഉം 18ഉം തമ്മിൽ 8, 18ഉം 28ഉം തമ്മിൽ 10, 28ഉം 38ഉം തമ്മിൽ ഡിഫറൻസ് 10, 38ഉം 48ഉം തമ്മിൽ 10 വ്യത്യാസം, അങ്ങനെ ഇനി പിന്നെ 48ഉം 56 തമ്മിൽ ഡിഫറൻസ്. അങ്ങനെ ആ മാർജിനൽ നമ്മൾ ഡിഫറൻസ് കാണും. ഈ മാർജിൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏതാ സ്റ്റേജ് എന്ന് മനസ്സിലാവാം. ഇവിടെ ആദ്യം 4 ഉള്ളത് 6 ആയി, 6 ഉള്ളത് പിന്നെ 8 ആയി. അപ്പോൾ ഇവിടെ എന്താണ് ഇൻക്രീസിങ് ആണ് കാണിക്കുന്നത് റിട്ടേൺ. അപ്പോൾ ആ സ്റ്റേജിന് നമ്മൾ എന്താ പറയുക, ഇൻക്രീസിങ് റിട്ടേൺ സ്റ്റേജ്. നമ്മൾ ഇതിൽ വേരിയേഷൻ വരുത്തിക്കൊണ്ട് ടോട്ടൽ റിട്ടേൺസിൽ ഇവിടെ എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ മാർജിൻ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇൻക്രീസിങ് റിട്ടേൺ ആയിരിക്കും. പിന്നത്തെ സ്റ്റേജിൽ നോക്കിയാൽ കൂടുണ്ട്, പക്ഷേ ഒരു കോൺസ്റ്റൻറ്റ് ലെവലിലാണ് കൂടുതൽ. എല്ലായിടത്തും 10 ഇരട്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഇവിടെയൊക്കെ എപ്പോഴും ഒരേപോലെ തന്നെയുള്ള ഇൻക്രീസാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേജിനെ നമ്മൾ എന്ത് പറയും, കോൺസ്റ്റൻറ്റ് റിട്ടേൺ എന്ന് പറയും. പിന്നെ നോക്കിയപ്പോൾ 10 ഉള്ളത് 8 ആയി, 6 ആയി, കുറഞ്ഞു വരുന്നു. ആളെ കൂട്ടിയിട്ടും മെഷീനറി കൂട്ടിയിട്ടും കുറഞ്ഞു ഇനി വരുന്നത് ടോട്ടലി. അപ്പോൾ അതാണ് ഡിമിനിഷിങ് റിട്ടേൺ. അങ്ങനെ സ്റ്റേജാണ്. ഇനി ഇത് നിങ്ങളൊരു ഗ്രാഫ് കറക്റ്റായിട്ട് ഈ ടേബിൾ വെച്ചിട്ട് ഈ ഡയഗ്രാം ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പിക്ചറായിട്ട് വരിക. അതായത് ഒരു സ്റ്റേജിൽ ഇൻക്രീസിങ് ആയിട്ട് കാണിക്കും, പിന്നെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ളത്, പിന്നെ ഡിമിനിഷിങ് റിട്ടേൺ. ഇനിയാണ് നമ്മൾ അത് വെച്ചിട്ട് ഓരോ സ്റ്റേജും, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഈ ഓരോ സ്റ്റേജും നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജാണ് എന്ത്, 3 സ്റ്റേജ് കാണിക്കും. അവിടെയും നമ്മൾ 3 സ്റ്റേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 3 സ്റ്റേജ് കാണിക്കും. ഇൻക്രീസിങ് റിട്ടേൺ സ്കെയിൽ. ആദ്യത്തെ സ്റ്റേജ് ഇൻക്രീസിങ് ആണ്. ദിസ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലെഡ്സ് ടു മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. നമ്മൾ ഇരട്ടിച്ച് യൂസ് ചെയ്യുമ്പോഴേക്കും അതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്തുണ്ടായി, റിട്ടേൺ കിട്ടി. അപ്പോൾ ഒരു ലേബറും കൂട്ടി അല്ലെങ്കിൽ ഒരു ലേബറെ കൂട്ടി 2 മെഷീനും കൂട്ടുമ്പോഴേക്കും 4 ഉള്ളത് 10 ആയി മാറി. 6ൻ്റെ ഒരു ഇൻക്രീസാണ് അവിടെ കാണിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് 20% ഇൻക്രീസ് ഇൻ ഓൾ ഫാക്ടേഴ്സ് ലെഡ്സ് ടു മോർ ദാൻ 20% ലേബറെ കൂട്ടണം, അല്ലെങ്കിൽ എന്താ പറയുക ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ കൂട്ടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ 20%നേക്കാൾ കൂടുതൽ എന്താണ് ഔട്ട്പുട്ടിൽ വ്യത്യാസം വരിക. അപ്പോൾ അതാണ് ഈ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പം നമ്മൾ അന്ന് സിമ്പിളായിട്ട് പറഞ്ഞ അന്ന് ഒരു കിച്ചണിലെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആൾ കൂടി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായുള്ള വർക്കിൽ കൂടെ 3 ആളെ അല്ലെങ്കിൽ 4 ആളെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വർക്ക് സ്പീഡപ്പ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഔട്ട്പുട്ടുകൾ കൂട്ടാൻ പറ്റും. അതിൽ കൂടെ ഒരു 5 ആൾ 6 ആളാകുമ്പോഴും ഇതേ സെയിം തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ആൾക്കാരും കൂടി കൂട്ടിക്കൊടുത്ത് വർക്കിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല, അവർ നമ്മൾ അങ്ങോട്ട് വർത്താനം പറഞ്ഞ് നിൽക്കാന്നല്ലാണ്ട് പ്രൊഡക്ഷൻ നടക്കില്ല എന്ന് പറയില്ലേ, അതേപോലെ ഇവിടെ സംഭവിക്കുന്നത്. നമുക്കൊരു എല്ലാ കാര്യത്തിനും നമുക്കൊരു പരിധി ഉണ്ടെന്ന് പറയില്ലേ, പരിധി വരെ ഇൻക്രീസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റൻ്റ് ആവും, പിന്നെ താഴേക്ക് വരുന്നു. അത് ആ സ്റ്റേജാണ്. പിന്നെ അതാണ് ഇൻക്രീസിങ് റിട്ടേൺ. ആദ്യത്തെ സ്റ്റേജിൽ ഇങ്ങനെ ചേഞ്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഇൻക്രീസ് ഉണ്ടാവും. ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഇൻ വിച്ച് ഗിവൺ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച്, എത്രയാണ് നമ്മൾ ഇൻപുട്ടിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന അതേ പെർസെൻറ്റേജ്. ഇപ്പോൾ 20% ഇൻക്രീസ് ഇൻ ഇൻപുട്ട് വരികയാണെങ്കിൽ 20% ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. പ്രൊപ്പോർഷനായിട്ട് എത്രയാണ് അവിടെ ഇൻക്രീസ് വന്നാൽ അത്ര തന്നെ ഔട്ട്പുട്ടിൽ. ഇവിടെ 20% ഇൻക്രീസ് ഇൻപുട്ടിൽ വരുമ്പോൾ 20%നേക്കാൾ കൂടുതൽ ഔട്ട്പുട്ടിൽ ഇൻക്രീസ് വരുന്നതിനെ സ്റ്റേജിന് എന്ത് പറയും, ഇൻക്രീസിങ് റിട്ടേൺ സ്കെയിൽ. 20% ഇൻക്രീസ് ഇൻ ഇൻപുട്ട്, അതേ 20% ഇൻക്രീസ് ഔട്ട്പുട്ട് വരുമ്പോൾ അതിനെന്ത് പറയും, കോൺസ്റ്റൻറ്റ് റിട്ടേൺ സ്കെയിൽ എന്ന് പറയും. അടുത്ത് ഡിമിനിഷിങ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമിനിഷിങ് റിട്ടേൺസ് സ്കെയിൽസ്, അതായത് നമ്മൾ 20% ഇൻക്രീസ് ഇൻപുട്ടിൽ വരുത്തിയ അതിനേക്കാൾ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിങ്, 20%നേക്കാൾ കുറവ് ചേഞ്ചാണ് എന്ത് പറയണത്, ഔട്ട്പുട്ടിൽ വരിക. ഇത് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നമുക്ക് അങ്ങനെ ആ സ്റ്റേജ് കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നത്. ഡിമിനിഷിങ് റിട്ടേൺ അല്ലെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞു നമ്മൾ കൂടുതൽ ആൾക്കാരെയും വെച്ച് നമുക്ക് റിട്ടേൺ കുറവായി കൊണ്ടുപോയി നഷ്ടത്തിലാവില്ലേ. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത്രയാണ് 3 സ്റ്റേജസ് ഉള്ളത്. ഈ ഡയഗ്രാം വരയ്ക്കണം കേട്ടോ.
അപ്പോൾ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. ഡയഗ്രാം വരയ്ക്കാൻ എന്ന് പറഞ്ഞാൽ അത് കാണാണ്ട് പഠിക്കേണ്ട ഒരു ഡയഗ്രാം അല്ല. ഇത് നമ്മൾക്ക് ഒരു ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി എഴുതാൻ ഇമാജിൻ, ഈ കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ടേബിൾ നിങ്ങളുടെ മൈൻഡിൽ, ഇത് കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി അഥവാ ബുദ്ധിമുട്ട് തീരെ മനസ്സിലാക്കി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ടേബിൾ സിമ്പിളായിട്ടുള്ള ഓർത്തേക്കുക നിങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ടേബിൾ വെച്ചിട്ട് അതിൻ്റെ ഫിഗറൊക്കെ ഇങ്ങനെ എഴുതി കറക്റ്റായി കഴിഞ്ഞ് ഇങ്ങനെ ടൈപ്പിലൊരു ഡയഗ്രാം കിട്ടും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ എഴുതണം ഇങ്ങനെ ഇൻക്രീസിങ്. ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഇത് അവിടെ പഠിച്ചത് എഴുതുക. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള സെൻറ്റൻസുകളൊക്കെ എഴുതുക, ഈ എക്സാമ്പിളൊക്കെ എഴുതുക. അത് കഴിഞ്ഞാൽ ഈ ടേബിൾ വരയ്ക്കുക. നിങ്ങൾ ടേബിൾ വരച്ചിട്ട് ഡയഗ്രാം വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പറഞ്ഞ 3 സ്റ്റേജസ് എഴുതുക. 3 സ്റ്റേജിന് ഓരോ സ്റ്റേജ് എഴുതിയിട്ട് ഇങ്ങനെ എക്സാമ്പിളൊക്കെ കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് റിട്ടേൺ. ഇതിൻ്റെ മുന്നത്തെ ആ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ.